പയ്യന്നൂർ സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സജിമാൻ സ്വാഗതം പറഞ്ഞു. സബ് ജില്ലാ പ്രവേശനോത്സവം നമ്മുടെ വിദ്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA ശ്രീ ടി മധുസൂദനൻ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ത്രിതല ഗ്രാമപഞ്ചായത്തിലെയും പ്രതിനിധികളും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും വിവിധ സാമൂഹ്യ സംഘടനകളുടെയൊക്കെ പ്രതിനിധികളും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രവേശനോത്സവ ഉദ്ഘാടന പരിപാടിയാണ് സ്കൂളിൽ നടക്കാൻ പോകുന്നത്. ഈ പരിപാടി വിജയകരമായി സംഘടിപ്പിക്കാൻ വേണ്ടി എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ആവശ്യമാണ്. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും വ്യാപാരികളുടെയും അതേപോലെ രക്ഷിതാക്കളുടെയും അതേപോലെ തന്നെ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ മെമ്പർമാര് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒക്കെ സഹകരണം ആവശ്യമാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനു മുൻപ് നടന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്കൂളിന് ലഭിച്ചിരുന്നു. അതേപോലുള്ള സഹായ സഹകരണങ്ങൾ ഇത്തവണയും ഉണ്ടാകും എന്ന് നമുക്ക് അറിയാം. പ്രസിഡന്റ് KS ദിലീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ശങ്കർ മാസ്റ്റർ, നമ്മുടെ EO രത്നാർ സാറ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അരിയാർകുട്ടി, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, SMC പ്രതിനിധികൾ, PTA കമ്മിറ്റി അംഗങ്ങൾ, മദർ PTA കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിലാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഒരു പരിപാടി കൂടിയാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഒരു വീഴ്ചയും പറ്റാത്ത നിലയിൽ ജനപങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പയ്യന്നൂർ AEO ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള ചിറ്റാരിപ്പറമ്പ് സ്കൂളിലാണ് ജില്ലാ പ്രവേശനോത്സവം. അപ്പോൾ സബ് ജില്ലാ പ്രവേശനോത്സവം എവിടെ നടത്തണം എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു സൂചന കൊടുത്തത് പ്രാപ്പോല. അപ്പം തന്നെ സാറിനെ വിളിച്ചു, 2 കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പം അത് നമുക്കറിയാവുന്നതാണ്. കാരണം ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ വെച്ച് നടക്കും എന്നുള്ളത്. കാരണം അത് ഇപ്പോൾ സംഘാടക സമിതിയെ വിളിച്ചപ്പോൾ ആൾക്കാർ ഞാൻ വിചാരിച്ചു ആരുമില്ല പുറത്ത്. ഞാൻ വന്ന് കുറച്ച് സമയമായി ഓഫീസിൽ ഇരിക്കുന്നു. അപ്പോൾ ആരുമില്ല, ഞാൻ വിചാരിച്ചു പേടിച്ചു പോയി. ആരും ഇല്ലാത്ത അവസ്ഥ വരുമോ, ഇവിടെ നിറഞ്ഞു കഴിഞ്ഞ് കിടക്കുന്നതാണ്, അവിടെ ആരുമില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ സാമ്പത്തികമല്ല നമുക്ക് ലക്ഷ്യം, പക്ഷെ എന്നാലും പ്രൗഢം ഒട്ടും തന്നെ കുറക്കാത്ത രീതിയിലുള്ള ഒരു പ്രവേശനോത്സവമായിട്ട് നമുക്ക് ഇതിനെ മാറ്റേണ്ടത്. അപ്പൊ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു. സബ് കമ്മിറ്റി ഉണ്ട്, നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അധികം ദിവസം ഇല്ലാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എല്ലാവരും എൻഗേജ് ആവും. ഇല്ലെങ്കിൽ ഓരോരാളും ഓരോ സ്കിപ്പ് ചെയ്യും. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് 2 ദിവസം കുറച്ച് ദിവസം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്കട്ടെ, ഇവർ നോക്കട്ടെ. ഇപ്പൊ ആരും നോക്കാനില്ല, നമ്മൾ തന്നെ നോക്കാനില്ല. ഇവിടെ വന്നവരൊക്കെ എൻഗേജഡ് ആകണം. 2 ദിവസം നാളെയും മറ്റന്നാൾ എൻഗേജഡ് ആകണം. അപ്പോൾ ഏത് രീതിയിലാണ് എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളത്. വേറൊന്നും ഉദ്ഘാടനം ചെയ്യാനായിട്ട് വേറൊന്നുമില്ല. ഏറ്റവും മനോഹരമായിട്ട് എന്നാൽ പ്രൗഢി ഒട്ടും കുറയാത്ത രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനപങ്കാളിത്തം ഉറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അതിന്റെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം വിദ്യാലയത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു ഒഴുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. പാതിയെ വീണ്ടും കുറയുന്നുണ്ട്. കാരണം മുമ്പേ നമ്മളെ കൊറോണ കാലത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം അത് കുറച്ചായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ആൾക്കാർ കാശ് വന്നുകൊണ്ടോ എന്താണെന്ന് അറിയുന്നില്ല. വീണ്ടും അപ്പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രവണതയുണ്ട്. അതല്ല, നമ്മുടെ വിദ്യാലയം ഒന്നിനും കൊണ്ടും മോശമല്ല, എല്ലാം കൊണ്ടും നമ്മൾ തികഞ്ഞ വിദ്യാലയമാണ് എന്ന് മാലോകരെ കാണിക്കുന്ന രീതിയിൽ എല്ലാം നല്ല രീതിയിൽ, വേറെ ഒന്നും പറയാനില്ല, നല്ല രീതിയിൽ അതിന് ആസൂത്രണം ചെയ്യുക എന്ന് മാത്രമേ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഔപചാരികമായിട്ട് ഇതിന്റെ സംഘാടക സമിതി ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കാം. പ്രവേശനോത്സവത്തിന്റെ പ്രവർത്തനത്തിനായി വിവിധ കമ്മിറ്റികളെ രൂപീകരിച്ച് പ്രവർത്തന സജ്ജമാക്കാൻ യോഗം തീരുമാനിച്ചു. പിന്നെ പ്രോഗ്രാമും പബ്ലിസിറ്റി ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കി അത്യാവശ്യം ബ്രോഷറുകളൊക്കെ തയ്യാറാക്കി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി. അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നമുക്ക് കുറെ ഗസ്റ്റിനെ വരുന്നതുകൊണ്ട് റിഫ്രഷ്മെന്റ് സ്വീറ്റ്സ് ഇക്കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി. അങ്ങനെ 4 കമ്മിറ്റികളാണ് നമ്മൾ പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യുന്നത്. രക്ഷാധികാരികള്, വാർഡ് മെമ്പർമാര്, ബ്ലോക്ക് മെമ്പർമാര് ആയിട്ടുള്ള ആളുകളാണ്. ചെയർമാൻ PTA പ്രസിഡന്റ് ദിലീഷ് കുമാർ, വൈസ് ചെയർമാൻ PTA വൈസ് പ്രസിഡന്റ് അരിയാർകുട്ടി, ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ, ജോയിന്റ് കൺവീനർ ഹെഡ്മാസ്റ്റർ, സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് ആ കമ്മിറ്റിയുടെ ചെയർമാൻ KK പ്രകാശൻ, വൈസ് ചെയർമാൻ ബിജു P, ഡെക്കറേഷൻ കമ്മിറ്റിയുടേത് മെജോ,
ചെയർമാൻ, വൈസ് ചെയർമാൻ ഷീജ വി വി, പ്രോഗ്രാം ആൻഡ് പബ്ലിസിറ്റി അതിന്റെ ചെയർമാൻ ആയിട്ട് ലക്ഷ്മൺ, വൈസ് ചെയർമാൻ ആയിട്ട് ജിൻസി ബിജു, റിഫ്രഷ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനായി റോയി ജോസഫ്, വൈസ് ചെയർമാനായി സുബൈർ, ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് കെ എം രാജേന്ദ്രൻ, വൈസ് ചെയർമാൻ ആയിട്ട് എ ബാലകൃഷ്ണൻ. ഇത്രയും ആളുകളുടെ പേരുകളാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ക്ഷണിക്കുന്നു.